ഇടുക്കി കാൽവരി മൗണ്ടിൽ വെച്ച് നടന്ന നവ ഇടുക്കി പുതുവഴികൾ എന്ന സെമിനാറിൽ കട്ടപ്പനയിൽ നിന്നും തമിഴ്നാട് കമ്പത്തേക്കുള്ള തുരങ്കപാത എന്ന വിഷയത്തിൽ ചർച്ചകൾ ഉണ്ടാവുകയും ഇതിനുള്ള സാധ്യതാ പഠനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്ത വിഷയത്തെ സ്വാഗതം ചെയ്യുന്നതായി കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി. കഴിഞ്ഞ 15 വർഷങ്ങൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സമ്മേളനത്തിൽ അന്നത്തെ MP ആയിരുന്ന അന്തരിച്ച PT തോമസ് മുമ്പാകെ അവതരിപ്പിച്ച വിഷയമാണിതെന്നും തുരങ്കപാത യാഥാർത്ഥ്യമായാൽ ഇടുക്കിയുടെ വികസനത്തിന് ഒരു മുതൽക്കൂട്ടായി മാറുമെന്നും കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമൂട്ടിൽ പറഞ്ഞു. ഡോക്ടർ APJ അബ്ദുൽ കലാമിൻ്റെ ചിന്തകൾ പോലെ സ്വപ്നങ്ങൾ കാണുക, ആ സ്വപ്നങ്ങൾ പൂവണിയുമെന്നുള്ള ചിന്തയാണ് ഞങ്ങൾ അന്ന് പങ്കുവച്ചത്. പക്ഷേ ഇന്നിപ്പോൾ അത് സാധ്യതാ പഠനത്തിലേക്ക് എത്തിയിരിക്കുന്നത് വലിയ കാര്യമായ ഒരു വലിയ മുന്നേറ്റം ഇടുക്കിക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് അന്ന് ഈ വിഷയം ഞങ്ങൾ അവതരിപ്പിക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനാവശ്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള ഉപദേശങ്ങൾ നൽകിയത് പ്രിയപ്പെട്ട ശ്രീ സിബി കൊല്ലംകുടിയാണ്. അദ്ദേഹം തന്നെയാണ് ഗ്രീൻ വാലി ടൂറിസം ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആ സെമിനാറിൽ ഈ വിഷയം ഇന്നലെ അവതരിപ്പിക്കാൻ സാധിച്ചത്. അത് നമുക്ക് വലിയ മുന്നേറ്റം ടൂറിസം രംഗത്ത്, അതുപോലെ തന്നെ വാണിജ്യ രംഗത്ത്, അതുപോലെ തന്നെ റെയിൽവേ രംഗത്ത് 12 കിലോമീറ്ററിന് അടുത്തേക്ക് തമിഴ്നാടുമായിട്ടുള്ള ദൂരം കുറയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്പൈസസ് സിറ്റിയായി മാറുന്ന കട്ടപ്പനയ്ക്ക് ഒരു വലിയ മുന്നേറ്റം ഇതിലൂടെ ഉണ്ടാകാൻ സാധിക്കും. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട ഒരു സാഹചര്യമാണ്. ഈ സാധ്യതാ പഠനം തുടർന്ന് നമുക്ക് അനുകൂലമായി വരികയും ഒപ്പം അതിനാവശ്യമായിട്ടുള്ള ഫണ്ട് ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സെൻട്രൽ ഗവൺമെന്റിന്റെയും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയും ഒരു കൂട്ടായ പരിശ്രമത്തിലൂടെ ഈ പ്രവർത്തനം നടത്താൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യം പറയുന്നത് ഇരട്ടിയാറിൽ നിന്ന് അഞ്ചുരുളിയിലേക്ക് ഒരു തുരങ്കം പോയിട്ടുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് നിർമ്മിക്കാമെങ്കിൽ ഒരു തർക്കവുമില്ല. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ പാറക്കടവിൽ നിന്നും കമ്പത്തേക്ക് ഈ തുരങ്കം ഉണ്ടാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവുകയില്ല.